ഹായ് ഓൾ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഈ ഒരു കേക്കിൻ്റേതാണ്. നിങ്ങളെല്ലാവരും തംബ്നെയിൽ കണ്ടു കാണുമല്ലോ. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇതിൽ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി തന്നെ കണ്ടു നോക്കുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കറക്റ്റായി തന്നെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു കേക്കിന് വേണ്ടി ആദ്യം തന്നെ കേക്ക് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഫ്ലഫി ആവുന്നത് വരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു കേക്ക് ചെയ്യുന്നതിനിടയിൽ എനിക്കൊരു ഫോൾട്ട് സംഭവിച്ചു. അതെന്താണെന്നുള്ളത് വഴിയേ പറയാം. എൻ്റെ ബേക്കിംഗ് ജേണിയിൽ ഞാൻ കേക്ക് ബേക്കിംഗ് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോപ്പായ കേക്ക് ഞാൻ കാണുന്നത്. കേക്ക് ബീറ്റായി വന്നത് വരെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിരുന്നു. കറക്റ്റായ ഒരു അടിപൊളി വണ്ടർ കേക്ക് പോലുള്ള ഒരു കേക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ ബേക്കായി വന്നപ്പോൾ കേക്കിന് പകരം ഒരു അപ്പം പോലുള്ള ഒരു ഐറ്റമാണ് കിട്ടിയത്. എല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പീസ് മാത്രം നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്താൽ പോരല്ലോ, ഇതുപോലുള്ള അമളികളും ഷെയർ ചെയ്യണ്ടേ. അതല്ലേ അതിൻ്റെ ഒരു ശരി എന്ന് പറയുന്നത്. എഗ്ഗ് നല്ലതുപോലെ ബീറ്റായി വന്ന ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്ലോർ മിക്സ് കുറേശ്ശെ മാത്രം ചേർത്തെടുക്കണം. ഇത് ചെയ്യേണ്ടതിന് പകരം ഫ്ലോർ മിക്സ് മുഴുവനായും അതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്ത് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുത്തു. ബീറ്റായി വന്ന എഗ് ബാറ്റർ താഴ്ന്നു പോയപ്പോഴേ സംഭവം കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് മനസ്സിൽ കരുതി. എന്നാലും വീഡിയോ എടുത്തതല്ലേ, അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം ഫ്ലഫി ആയി വന്ന ബാറ്ററാണ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് താഴ്ന്നു പോയതെന്ന്. ബേക്കിംഗ് ഒട്ടും അറിയാത്തവർക്ക് പോലും കാര്യം മനസ്സിലായി കാണും. ഇത് കണ്ടപ്പോഴേ ഞാൻ നിർത്തിയാലോ എന്ന് കരുതിയതാണ്. പക്ഷെ വീഡിയോ കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചെറീസും പീനട്ട്സും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. എന്തായാലും ഈ കേക്ക് പെർഫെക്റ്റ് ആവില്ലെന്നറിയാം. എന്നാലും വീഡിയോ കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി മാത്രം ബേക്ക് ചെയ്യാനായിട്ട് വെച്ചതാണ്. പിന്നെ ഫ്ലോർ ബാച്ചസ് ആയിട്ട് ഇടാതെ മൊത്തത്തിൽ ഇട്ടത് എന്തിനാന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കാണുമല്ലോ. ആ ടൈമിൽ എൻ്റെ മോൻ വല്ലാത്ത കരച്ചിലായിരുന്നു. ഞാൻ എടുക്കണമെന്ന് പറഞ്ഞ് കരച്ചിൽ വല്ലാണ്ടായപ്പോൾ അവനെ ഒന്ന് മാനേജ് ചെയ്യാനായിരുന്നു ഞാൻ നോക്കിയത്. അതാണ് ഈ ഒരു ഫ്ലോപ്പായ കേക്കിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. എന്തൊക്കെയായാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയി. ചെറുതായിട്ടല്ല, വലുതായി തന്നെ മാറിപ്പോയി. കാണാൻ കുഴപ്പമില്ലാത്ത ലുക്കുള്ളത് കൊണ്ടും ടേസ്റ്റ് ഉള്ളത് കൊണ്ടും അതൊന്നും തന്നെ ബാലൻസ് വന്നില്ല. ഇനി എന്തായാലും നെക്സ്റ്റ് ടൈം ശരിക്കൊന്ന് ഈ റെസിപ്പി റീക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ട്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇതെന്തായാലും ബേക്കിംഗ് ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ബിഗിനേഴ്സിന് ഒരു പാഠമാവുമെന്ന് കരുതുന്നു. ബേക്കിങ്ങിൽ ഇതുപോലൊന്നും ധൃതി കാണിക്കാതിരിക്കുക. ബേക്കിംഗ് എത്രത്തോളം സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്ഷമയോടെ വേണം ചെയ്യാൻ. എനിക്ക് ശരിക്കും ബേക്കിംഗ് ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ ഓരോ പ്രോസസ്സും ഞാൻ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യാറ്. ഒരുപാട് സക്സസ്ഫുൾ റെസിപ്പീസ് ഉണ്ട്. ഞാൻ തന്നെ ഓരോന്നും ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഈസി മെത്തേഡിൽ ചെയ്യാൻ പറ്റിയതൊക്കെ. ഇനി വഴിയെ അതെല്ലാം റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യാം. കേക്ക് കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ബേക്കിംഗ് പഠിച്ചത്. അതെനിക്കൊരു വരുമാനമാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ബേക്കിങ്ങിലൂടെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഏൺ ചെയ്യുമായിരുന്നു. പുറത്തു പോയി വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലുള്ള കുട്ടി കുട്ടി ബിസിനസ്സൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി അതിനെക്കുറിച്ച് മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്തൊരു വരുമാനം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പോഴും ഒരുപാട് പേര് ഇതുപോലുള്ള മാർഗങ്ങളിലൂടെ ഏൺ ചെയ്യുന്നവരുണ്ടല്ലോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഏൺ ചെയ്യാൻ കഴിയും. ബേക്കായി വന്ന കേക്ക് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെയാണ് ഉണ്ടായിരുന്നത്. ഒരു അപ്പത്തിൻ്റെ ടെക്സ്ചറാണ് തോന്നിയത്. പിന്നെ ചെറീസൊക്കെ ഇട്ടത് കൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തു. കേക്ക് ഫ്ലോപ്പായി എന്ന് വെച്ച് പ്രഹസനത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസിലും കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.